ബാബരി മസ്ജിദ് തകർന്നതിൽ തനിക്ക് കുറ്റബോധമില്ലെന്നും അതിൽ അഭിമാനിക്കുകയാണെന്നുമുള്ള വിവാദ പരാമർശവുമായി വീണ്ടും ബി.ജെ.പി. സ്ഥാനാർത്ഥി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ രംഗത്തെത്തി. ജാമ്യത്തിലിറങ്ങിയ മലോഗാവ് സ്ഫോടനക്കേസിലെ പ്രതിയായ പ്രജ്ഞാ സിംഗ് കഴിഞ്ഞ ആഴ്ചയാണ് ബി.ജെ.പിയിൽ ചേർന്നത്. ഇതിനു പിന്നാലെ ഇവരെ ഭോപ്പാലിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രജ്ഞയുടെ വിവാദമായ ഈ പരാമർശം. ബാബരി മസ്ജിദ് തകർത്തതിന്റെ പേരിൽ ഞങ്ങൾ എന്തിന് പശ്ചാത്തപിക്കണം? അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. രാമക്ഷേത്രത്തിലെ ചില അവശിഷ്ടങ്ങൾ ഞങ്ങൾ നീക്കം ചെയ്തു. അതിൽ രാജ്യത്തിന്റെ ആത്മാഭിമാനമാണ് ഉയർന്നത്. ഞങ്ങൾ അവിടെ ഒരു രാമക്ഷേത്രം പണിയുക തന്നെ ചെയ്യും, പ്രജ്ഞാ സിംഗ് ഠാക്കൂർ പറയുന്നു. മസ്ജിദ് തകർത്ത പ്രദേശത്ത് രാമക്ഷേത്രം നിർമ്മിക്കാത്തത് എന്തെന്നാൽ ബി.ജെ.പി. ഇതൊരു രാഷ്ട്രീയ വിഷയമായി എടുത്തിട്ടില്ല എന്നതായിരുന്നു പ്രജ്ഞയുടെ മറുപടി. ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ച രാജ്യത്ത് എന്താണ് ചെയ്തത്? ഒരു ക്ഷേത്രം പോലും സുരക്ഷിതമല്ല. ബാബരി മസ്ജിദ് തകർത്തതിലൂടെ ഹിന്ദുക്കൾ രാജ്യത്തിന്റെ ആത്മാഭിമാനം ഉയർത്തുകയാണ് ചെയ്തത്. ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് രാമക്ഷേത്രം നിർമ്മിക്കുക? പ്രജ്ഞ ചോദിക്കുന്നു. ജനങ്ങൾ എനിക്കൊപ്പമാണ്. എന്റെ സ്ഥാനാർത്ഥിത്വം അവർക്ക് വലിയ പ്രചോദനമായിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് എന്റെ പേര് പ്രഖ്യാപിച്ചതിലൂടെ അവരുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചിരിക്കുകയാണെന്നും പ്രജ്ഞ വ്യക്തമാക്കുന്നു. മലേഗാവ് സ്ഫോടനക്കേസിൽ തന്നെ പ്രതിയാക്കിയതിന് ഹേമന്ത് കർക്കറയെ ശപിച്ചിരുന്നു എന്നും അതിന്റെ ഫലമാണ് അദ്ദേഹത്തിന് കിട്ടിയെന്നുമായിരുന്നു പ്രജ്ഞ പറഞ്ഞത്. അതേസമയം ഹേമന്ത് കർക്കറയെ കുറിച്ചുള്ള പ്രജ്ഞയുടെ പ്രതികരണത്തെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം മലേഗാവ് സ്ഫോടനക്കേസിലെ പ്രതി പ്രജ്ഞാ ഠാക്കൂറിനെ ഭോപ്പാലിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയത് ഹിന്ദു സംസ്കാരത്തെ തീവ്രവാദമെന്ന് വിളിക്കുന്നവർക്കുള്ള മറുപടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സമ്പന്നമായ ഹിന്ദു സംസ്കാരത്തെ തെറ്റായി മുദ്രകുത്തിയവർക്കെല്ലാം മറുപടി നൽകുമെന്നും മോദി പറയുന്നു. സംശോധ എക്സ്പ്രസ് സ്ഫോടനവും ജഡ്ജി B.H. ലോയയുടെ മരണവും തെറ്റായ രീതിയിൽ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അതാണ് അവരുടെ പ്രവർത്തന രീതിയെന്നും മോദി പറഞ്ഞിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും UP അധ്യക്ഷ സോണിയാഗാന്ധിയും വിവിധ കേസുകളിൽ ജാമ്യത്തിലിറങ്ങിയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ ചോദ്യം ചെയ്യാത്തത്? ബി.ജെ.പി. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയ ഉടൻ അതിനെ ചോദ്യം ചെയ്യുന്നത് എന്തിനാണെന്ന് മോദി ചോദിച്ചിരുന്നു. പ്രജ്ഞാ സിംഗിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് മറുപടി നൽകുമെന്നും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മലാഗോവ് സ്ഫോടനക്കേസിലെ പ്രതിയായ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ബി.ജെ.പിയിൽ ചേർന്നതും കോൺഗ്രസ് സ്ഥാനാർത്ഥി ദിഗ്വിജയ് സിംഗിനെതിരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.